ഒരു ഇളനീർ പായസമാണ് തയ്യാറാക്കുന്നത്. പശുവിൻ പാലിനോടൊപ്പം നമ്മൾ അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. വളരെ ചെറിയ കരിക്കായിരിക്കണം, ഇളം കാമ്പോട് കൂടിയത്, അരിയട പോലെ ചെറുതായിട്ട് നുറുക്കി വെക്കണം. പിന്നെ അല്പം സാവൂനരി കുതിർത്ത് വെച്ചതുണ്ട്, കുറച്ച് കട്ടിയുള്ള കാമ്പോട് കൂടിയ ഇളനീരും ഇളനീ വെള്ളവും. അത് നമുക്ക് കുറച്ച് അരച്ചെടുത്തിട്ട് പായസത്തിൽ ചേർക്കേണ്ടതുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഏലക്കായ, നെയ്യ്, പിന്നെ പഞ്ചസാര, ഇത് തേങ്ങാപ്പാൽ, അല്പം മിൽക്ക് മെയ്ഡ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഇളനീർ പായസം തയ്യാറാക്കുന്നത്. നമുക്കിനി പാലൊഴിക്കാം. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തത്. പാൽ തിളയ്ക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിലുള്ള നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 7 ഇളനീരിൻ്റെ കാമ്പാണ് എടുത്തിരിക്കുന്നത്. അല്പം ഇളനീർ വെള്ളം ചേർത്താണ് ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യാം. എനിക്ക് 12 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ തിളച്ച പാലിനകത്ത് പഞ്ചസാരയും സാവൂനരിയും ഇനി അല്പം മിൽക്ക് മെയ്ഡും ചേർക്കണം. അല്പം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഇളനീര് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചതും അരിഞ്ഞു വെച്ചതും ഒക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് അല്പം ഏലക്കാപ്പൊടി ചേർക്കാം. നമ്മുടെ പായസം നല്ല പാകമായി വന്നിട്ടുണ്ട്, അല്പം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇളനീര് ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച കരിക്കും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഓഫ് ചെയ്യണം. 1-ാം പാലാണ്, ഒരു തേങ്ങയുടെ പാലുണ്ടത്. തിളയ്ക്കരുത്, തിളയ്ക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ തീ അണയ്ക്കണം. ഇനി നമുക്കിതിനകത്ത് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ്. എല്ലാ പായസവും ചൂടോട് കൂടെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ചൂടോടെയും കുടിക്കാം, തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ എല്ലാ മാതൃഭൂമി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.